നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. കോഴിക്കോട് ജില്ലയിലെ വടക്കു കിഴക്കൻ പ്രദേശത്ത് ഉള്ള മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെ കാഴ്ചയാണ്. നിങ്ങളെ കാണുന്നത് തോണിക്കടവാണ്. ഈ തോണിക്കടവ് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇവിടെ ഈ ബോട്ടിംഗ് ഉണ്ട്. ആ കാണുന്ന ലേക്കിൽ വെച്ച് ബോട്ടിംഗ് സർവീസ് ഉണ്ട്. ചുറ്റുപാടും ഉള്ള മനോഹരമായ ദൃശ്യങ്ങളെല്ലാം അതിനു മുകളിലെ വാച്ച് ടവറിൽ കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. ഈ തോണിക്കടവിൽ രാവിലെ 9 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് സന്ദർശന സമയം. ഈ തോണിക്കടവിലെ ഈ ഒരു പ്രദേശത്തെ ഈ ഒരു സ്ഥലത്തും ഈ ഒരു വാച്ച് ടവറിന് മുകളിലേക്കും അതുപോലെ തന്നെ തൊട്ടടുത്തായി ഇതിലും ഏറെ മനോഹരമായിട്ടുള്ള ഒരു താഴ്വാരമുണ്ട്. ആ താഴ്വാരത്തേക്കും ഈ രണ്ട് സ്ഥലങ്ങളിലേക്കും, രണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഈ രണ്ട് സ്ഥലങ്ങളിലേക്കുമായി ഒരേ ടിക്കറ്റാണ്. നമ്മുടെ എല്ലാ തിരക്കുപിടിച്ച ജീവിതങ്ങൾക്കിടയിൽ പറ്റുമെങ്കിൽ ഒരു ദിവസം ഇതുപോലെയുള്ള മനോഹരമായ സ്ഥലങ്ങളിലേക്ക് കഴിയുമെങ്കിൽ കുടുംബവും ഒന്നിച്ചോ അല്ലെങ്കിൽ സുഹൃത്തുക്കളും ഒന്നിച്ചോ, ഇനി അതുമല്ലാതെ തനിച്ചോ ഒന്ന് വന്ന് ഈ പ്രദേശത്തെ മനോഹാരിതയെല്ലാം ആസ്വദിക്കുക എന്നുള്ളത് വളരെ വലിയ ഒരു അനുഭൂതി ഉളവാക്കുന്ന ഒരു കാഴ്ചയും അതിലുപരി നല്ല ഒരു അനുഭവമായിരിക്കും നിങ്ങളിൽ ഉളവാക്കുക. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ബൈക്കെടുത്ത് ഒരു ദിവസം വൈകുന്നേരം ആവുന്നതിന് തൊട്ട് മുൻപ്, ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം തന്നെ എന്ന് പറയാം, ഈ ഒരു സ്ഥലത്തേക്ക്, അതായത് കരിയാത്തുംപാറ എന്ന വ്യൂ പോയിൻ്റ് അല്ല, യഥാർത്ഥത്തിൽ അതൊരു വാലിയാണ്. മലബാറിൻ്റെ ഊട്ടി എന്നൊക്കെ പറഞ്ഞു വരുന്ന സ്ഥലം. മനോഹരമായ ഈ ഗ്രാമവീഥിയിലൂടെ വരുന്ന വഴി ഏതാനും ആട്ടിൻപറ്റങ്ങൾ ഞങ്ങളുടെ വാഹനത്തെ പിന്തുടർന്ന് വരികയുണ്ടായി. വൈകുന്നേരങ്ങളിൽ അവരവരുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അവരുടെ കൂടും തേടി തിരിച്ചു പോകുന്ന കാഴ്ചയാണ്. പുല്ലെല്ലാം മേഞ്ഞ് എല്ലാം ആസ്വദിച്ച് ആഹാരമെല്ലാം കഴിച്ച് അതിനുശേഷം തിരിച്ചു പോകുന്ന കാഴ്ചയായിരുന്നു അത്. നിങ്ങളിപ്പോൾ വിദൂരമായി കാണുന്ന ഈ ഒരു മനോഹരമായ സ്ഥലമാണ് കരിയാത്തുംപാറ എന്ന സ്ഥലം. മലബാറിൻ്റെ ഊട്ടി എന്നൊക്കെ വിളിപ്പേരുള്ള മനോഹരമായ ഒരു സ്ഥലമാണ് ഇത്. ഇതിൻ്റെ പ്രധാന ആകർഷണം ഇവിടെയുള്ള മനോഹരമായ പുൽമേടുകളും അതുപോലെ തന്നെ ഇതിനോട് ചേർന്നുള്ള ചെറിയ ഒരു അരുവിയും പുഴയും എല്ലാം കൂടി കലർന്നുള്ള ഈ ഒരു പ്രദേശമാണ്, ഈ ഒരു സ്ഥലമാണ്. ഹരിതാപമായ ദൃശ്യചാരുതയേകുന്ന ഈ ഒരു മനോഹരമായ സ്ഥലം ഇവിടെ വന്നു ചേരുന്ന ഏവർക്കും ഇടയിൽ തന്നെ നല്ല ഒരു അനുഭൂതിയായി ആയിരിക്കും ഉളവാക്കുക. കോഴിക്കോട് ജില്ലയിൽ നിന്നും ശരാശരി 50 കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു സ്ഥലത്തേക്കുള്ളത്. 46-50 കിലോമീറ്റർ ഇതിനിടയിലാണ് ദൂരമുള്ളത് കോഴിക്കോട് നഗരത്തിൽ നിന്നും. ഇവിടേക്ക് എത്താൻ ബസ് സർവീസ് കയറുകയാണെങ്കിൽ, ബസ് ഇതിന് തൊട്ട് മുമ്പിലൂടെയൊന്നും പോകുന്നില്ല, കൂരാച്ചുണ്ട് എന്ന സ്ഥലത്തേക്കോ അല്ലെങ്കിൽ കക്കയം ബസ്സിൽ കയറിയോ ഇവിടേക്ക് എത്താൻ സാധിക്കും. കൂരാച്ചുണ്ട് ബസ് കയറിയാൽ അവിടെ നിന്നും ഒരു ഓട്ടോ വിളിച്ചാൽ ഇവിടേക്ക് എത്താൻ സാധിക്കുന്നതാണ്. അധിക ദൂരമൊന്നുമില്ല കൂരാച്ചുണ്ടിൽ നിന്നും ഇവിടേക്ക്. അതുപോലെ കക്കയം വരുന്ന വഴിയും ഈ വ്യൂ പോയിന്റിലേക്ക് വരാൻ വേണ്ടി, അതായത് കരിയാത്തുംപാറയിലേക്ക് വരാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്നിരുന്നാലും കഴിവതും സാധിക്കുമെങ്കിൽ സ്വകാര്യ വാഹനങ്ങൾ തന്നെയാണ് ഉത്തമം. മറ്റൊന്നുമല്ല, ഇതിലൂടെ ബസ് സർവീസുകളെല്ലാം തന്നെ വളരെ വിരളമായിട്ടാണ് ഉള്ളത്. ആയതുകൊണ്ട് നിങ്ങൾ സ്വകാര്യ വാഹനത്തിലാണ് വരുന്നതെങ്കിൽ തിരിച്ചു പോകുന്നതിന് സമയം എത്ര വൈകിക്കഴിഞ്ഞാലും തിരിച്ചു പോകുന്നതിനെ പറ്റി വളരെയധികം ആകുലപ്പെടേണ്ട കാര്യമില്ല. അതിമനോഹരമായ ഒരു വാലി തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ ഒരു ആകർഷണം. തോണിക്കടവ് ഭാഗത്തു നിന്നും കരിയാത്തുംപാറയിലേക്ക് പോകുന്ന വഴി തന്നെ വിദൂരമായ ദൃശ്യമാണ് നിങ്ങളീ കാണുന്നത്. വൈകാതെ തന്നെ കരിയാത്തുംപാറയിലേക്ക് ഞങ്ങൾ ചെല്ലുന്നതാണ്. അതിനെപ്പറ്റിയുള്ള വിശദമായ വീഡിയോ തന്നെ ഇതിനോടൊപ്പം തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അല്പം കൂടെ കഴിഞ്ഞാൽ അവിടേക്ക് എത്തുന്നതാണ് ഞങ്ങളിരുവരും. പക്ഷേ അവിടെ എത്തും മുമ്പ് തന്നെ വിദൂരതയിൽ നിന്നുള്ള വലിയ മലകളുടെ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഈ ഒരു പുൽമേടും അതിനോടൊപ്പം ചേർന്നിട്ടുള്ള പുഴയും വളരെ ആകർഷകമായി തോന്നി. നേരത്തെ ഞങ്ങൾ കണ്ട ആട്ടിൻപറ്റം ഞങ്ങളെ പിന്തുടർന്നു വന്ന്, അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് ഈ റോഡിനെ ഓരം ചേർന്ന് നടന്നു വന്ന് ഏകദേശം ഇതുവഴി എത്തി. ഞങ്ങളെ കണ്ടിട്ടാണോ എന്നറിയില്ല, ആ ഭാഗത്ത് നിന്ന് തിരിഞ്ഞു കളിക്കുന്നതും ഒപ്പം പ്രദേശത്തെ അല്പം പുല്ലുകൾ ചവച്ചരച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നതും കാണാനിടയായി. അതിനുശേഷം വീണ്ടും ഞങ്ങൾ ബൈക്കെടുത്ത് അല്പം കൂടെ മുൻപോട്ട് വരുന്ന വഴി മുഴുവനായും കരിയാത്തുംപാറയുടെ മനോഹരമായ ദൃശ്യങ്ങൾ തന്നെയാണ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളീ കണ്ടതാണ് ഇവിടേക്ക് വരുന്നതിനായിട്ടുള്ള ടിക്കറ്റ് ഫെയറുകൾ. അത് കഴിഞ്ഞ് കരിയാത്തുംപാറയിലേക്ക് നമ്മൾ 30 രൂപ അഡൽട്ട് ആയിട്ടുള്ള ടിക്കറ്റ് എടുത്ത് നമ്മൾ കടന്നു വരുമ്പോൾ ഏതാനും നിർദ്ദേശങ്ങൾ ഇവിടെ പ്രത്യേകിച്ചും സഞ്ചാരികൾക്കായി എഴുതി വെച്ചിട്ടുണ്ട്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടെ സഞ്ചാരികൾക്കായി പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. ഇവിടെ വരുന്നവരാരും തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ മറ്റോ കൊണ്ട് വന്നിട്ട് ഈ പ്രദേശത്തെ ഒരിക്കലും മലിനമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിനായിട്ടുള്ള നിർദ്ദേശങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ ഈ കക്കയം പ്രദേശത്തെ മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന, അല്ലെങ്കിൽ മലനിരകൾക്ക് താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന
ഈ ഒരു മനോഹരമായ ഈ ഒരു പ്രദേശത്ത് പ്രസിദ്ധമായ നിവിൻ പോളിയുടെ മിഖായേൽ എന്ന സിനിമയും അതുപോലെ തന്നെ മറ്റനേകം ഏതാനും സിനിമകളും ഒത്തിരിയേറെ മറ്റു ഷോർട്ട് ഫിലിമുകളും വീഡിയോ ആൽബങ്ങളും എല്ലാം ചിത്രീകരിച്ചിട്ടുണ്ട്. നിങ്ങളീ കാണുന്നത് പോലെ തന്നെ ധാരാളം ചെറു മത്സ്യങ്ങളും അതുപോലെ മറ്റനേകം സസ്യജീവജാലങ്ങളും അടങ്ങിയിട്ടുള്ള മനോഹരമായ ഒരു താഴ്വാരമാണ് ഈ സ്ഥലം. ഇവിടെ എൻ്റെ നിഴലിന് പിന്നാലെ അല്പം കൂടെ മുൻപോട്ട് നടന്ന് പോവുകയാണ് ഞാനും എൻ്റെ സുഹൃത്തും. അങ്ങ് ദൂരെ കാണുന്ന ആ മലനിരകളാണ് കക്കയം മലനിരകൾ. വളരെയേറെ ആളുകൾ സായാഹ്ന വേളകളിൽ ഇവിടെ വരാനും വിനോദങ്ങളിൽ ഏർപ്പെടാനും അതുപോലെ തന്നെ വിശ്രമവേളകളിൽ ആസ്വദിച്ചിരിക്കാനും ഇവിടെ വരാറുണ്ട്. വളരെ തെളിഞ്ഞ ജലമായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് കൊച്ചു കുട്ടികളുമായും കുടുംബാംഗങ്ങളുമായും ധാരാളം പേർ വൈകുന്നേരങ്ങളിൽ വന്നു ചേരാറുണ്ട്. എന്നാൽ ഈ അരുവി പോലെ കാണുന്ന ഈ ഒരു കൊച്ചു നദിയിൽ മഴവെള്ളം ശക്തിയായി ഒഴുകുന്ന സമയത്ത്, അതായത് മഴക്കാലങ്ങളിലെല്ലാം തന്നെ ഇതുവഴി വരികയാണെങ്കിൽ അത് വളരെയേറെ അപകടമുണ്ടാക്കുന്ന സാധ്യതയാണ്. ചിലയിടങ്ങളിൽ വലിയ കയങ്ങൾ തന്നെ ഇതിൽ ഉള്ളതായിട്ട് പ്രദേശവാസികൾ അറിയിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലേക്കെല്ലാം തന്നെ വിനോദസഞ്ചാരികളെ താൽക്കാലികമായി കടത്തിവിടുന്നില്ല. എന്നിരുന്നാലും ചില ഭാഗത്ത് അല്പം താഴ്ചയേറിയ സ്ഥലങ്ങളാണ് ഇവിടെയുള്ളത്. പ്രകൃതി മനോഹാരിത വഴിഞ്ഞൊഴുകിയ സ്ഥലം എന്നൊക്കെ വേണമെങ്കിൽ പറയുന്നത് തീർത്തും അന്വർത്ഥമാക്കുന്ന ഒരു പ്രദേശമാണ് ഈ കരിയാത്തുംപാറ. ഗ്രാമീണ ഭംഗി എന്നൊക്കെ എടുത്തു പറയാൻ പറ്റുന്ന അത്രയേറെ ഗൃഹാതുരമായിട്ടുള്ള ഒരു പ്രദേശം. ഒരുപാട് സിനിമകൾക്ക് പശ്ചാത്തലമായിട്ടുള്ള ഊട്ടിയെ തീർത്തും അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള സ്ഥലമാണ് ഇവിടെ കൂടുതലായും കാണാൻ സാധിക്കുക. ഊട്ടിയിലെ താഴ്വാരങ്ങളെ തീർത്തും അനുസ്മരിപ്പിക്കുന്ന പോലെയുള്ള ഈ ഒരു സ്ഥലത്തെ ധാരാളം സിനിമകൾക്ക് വേണ്ടിയും മറ്റനേകം ചെറു ഷോർട്ട് ഫിലിമുകൾക്ക് വേണ്ടിയും മറ്റും എല്ലാം തന്നെ വിനിയോഗിച്ചിട്ടുണ്ട്. അത്രയേറെ മനോഹരമായ പശ്ചാത്തലങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് മലബാറിൻ്റെ ഊട്ടി എന്ന് ഈ ഒരു പ്രദേശത്തെ വിളിച്ചു പോരുന്നത്. ഗൃഹാതുര ഓർമ്മകൾ ഉണർത്തുന്ന പുൽച്ചെടികളും മറ്റും നിറഞ്ഞിട്ടുള്ള മനോഹരമായ പുൽമേടുകളാണ് ഇവിടെ കൂടുതലും കാണാൻ സാധിക്കുക. ഒപ്പം കൂട്ടിനായി പശ്ചാത്തല സംഗീതം ഒരുക്കും വിധം ധാരാളം കിളികളുടെ കൊഞ്ചലും കേൾക്കാൻ സാധിക്കുന്നതാണ്. അല്പദൂരം തന്നെ ഈ മനോഹരമായ നനുത്ത പുൽത്തകിടിയുടെ മുകളിലൂടെ ചെരുപ്പ് അഴിച്ചുവെച്ച് അല്പദൂരം നടക്കാമെന്ന് കരുതി. കാൽവെണ്ണയിൽ പുൽനാമ്പുകൾ കൊള്ളുന്ന സമയത്ത് ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു ഉണ്ടായിരുന്നത്. ശരിക്കും എപ്പോഴും ചെരുപ്പും മറ്റും ഉപയോഗിച്ച് നഗരങ്ങളിലും മറ്റും ജീവിക്കുന്ന ആളുകൾ ഇവിടെയൊക്കെ എത്തി അല്പസമയം ചെരുപ്പുകളെല്ലാം മാറ്റിവെച്ച് തനതായ രീതിയിൽ മണ്ണിൽ ചവിട്ടി അല്ലെങ്കിൽ ഇത്തരം പുല്ലുകളിൽ ചവിട്ടി പോവുക വളരെയധികം ആസ്വാദികരമാണ്. പ്രത്യേകിച്ചും ഇളം തണുപ്പാർന്ന ഈ പുൽത്തകിടികളിലൂടെ നടന്നു പോകുമ്പോൾ പുൽനാമ്പുകൾ കാൽവെണ്ണയിൽ തഴുകി തലോടുന്ന ആ ഒരു ഫീൽ അത് അതിമനോഹരമാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇടയ്ക്ക് ഈ പുൽനാമ്പുകൾക്കിടയിലുള്ള ഒരു തൊട്ടാവാടി എന്നെ ചെറുതായി ഒന്ന് കുത്തി നോവിച്ചു. എന്നിരുന്നാലും അതെല്ലാം ആസ്വദിച്ചു എന്ന് വേണം പറയാൻ. കാരണം ഇതെല്ലാം നഷ്ടം നിന്നു പോകുന്ന അല്ലെങ്കിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് എന്ന് വേണം പറയാൻ. ഗ്രാമങ്ങളെല്ലാം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണല്ലോ, പ്രത്യേകിച്ച് നഗരങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രദേശങ്ങളെല്ലാം തന്നെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളേവരുടെയും ഉത്തരവാദിത്തമാണ്. ഇവിടെ വരുന്ന എല്ലാവരും തന്നെ ദയവായി പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ മറ്റോ ഒന്നും തന്നെ ഇവിടെ വലിച്ചെറിഞ്ഞ് ഈ പ്രകൃതിയുടെ തനതായ ഭംഗി കളയാതിരിക്കാൻ പരമാവധി ശ്രമിക്കണം എന്ന് ഒരു അഭിപ്രായപ്പെടുന്നു, അല്ലെങ്കിൽ അപേക്ഷിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം നാളെ വരും തലമുറകൾക്ക് വേണ്ടിയിട്ട് നമ്മളിതെല്ലാം സംരക്ഷിക്കേണ്ടതാണ്, കാത്തു സൂക്ഷിക്കേണ്ടതാണ്. എന്തൊരു മനോഹരമായ പ്രദേശമാണെന്നോ ഇവിടെ. പ്രത്യേകിച്ചും വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു സൺസെറ്റിൻ്റെ സമയത്ത് ഈ പ്രദേശത്തെ പുൽനാമ്പുകൾക്കുള്ള ഒരു പ്രത്യേക കളറും അതുപോലെ തന്നെ മനോഹരമായ മേഘാവൃതമായ ഒരു കാലാവസ്ഥയും പശ്ചാത്തലമൊരുക്കുന്ന വലിയ കക്കയം മലനിരകളും എല്ലാം കൂടിയാകുമ്പോൾ തീർത്തും ഈ ഒരു പ്രദേശത്തെ മലബാറിൻ്റെ ഊട്ടി എന്ന് തന്നെ 100% വിളിക്കാൻ എന്തുകൊണ്ടും അർഹമാണ് എന്ന് തീർച്ചയായും തോന്നാൻ ഇടയുണ്ട്. ഞങ്ങൾ ഈ ഒരു യാത്രയിൽ തോണിക്കടവ് എന്ന വ്യൂ പോയിന്റിന് മുകളിൽ കയറുകയും അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് കരിയാത്തുംപാറ എന്ന, യഥാർത്ഥത്തിൽ കരിയാത്തുംപാറ എന്നൊക്കെ കേൾക്കുമ്പോൾ ഏതോ വലിയ പാറയുണ്ട്, വലിയ ഒരു വെള്ളച്ചാട്ടമൊക്കെയാണ് എന്നൊക്കെ ഫീൽ ചെയ്യുമെങ്കിലും ഇത് അതിമനോഹരമായ ഒരു വാലിയാണ്. ഇത് എത്രത്തോളം നിങ്ങൾക്കിടയിൽ ഇതിൻ്റെ മനോഹാരിതയും മറ്റും എത്തിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് എനിക്ക് കൃത്യമായി ഉറപ്പില്ല. കാരണം എന്നിരുന്നാലും ഇവിടെയൊക്കെ നേരിട്ട് ചെല്ലുക, ഇത്തരം പ്രദേശത്തിൻ്റെ അനുഭൂതികളെല്ലാം തന്നെ നേരിട്ട് ആസ്വദിക്കുക, ഭംഗിയെല്ലാം ആസ്വദിക്കുക, അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പുൽനാമ്പുകൾക്കിടയിലൂടെ അല്ലെങ്കിൽ ഈ പുൽത്തകിടിയുടെ മുകളിലൂടെ ഒന്ന് ചെരുപ്പഴിച്ച് നടന്നു പോവുക എന്നുള്ളത്
വളരെയേറെ ആകർഷകമായ കാര്യമായിരിക്കും. അതിനുശേഷം ഞങ്ങൾ കക്കയം ഡാമിൻ്റെ സമീപത്തേക്ക് യാത്ര തുടർന്നു. പോകുന്ന വഴിയിലെ കാഴ്ചയാണ് ഇത്. മേഘാവൃതമായ മൂടൽമഞ്ഞോട് കൂടിയുള്ള ഒരു പ്രത്യേക അനുഭൂതി ഉളവാക്കുന്ന ഒരു യാത്രയായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് അല്പദൂരം, ഏതാണ്ട് 10-11 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. ശരാശരി ഒരു 15 കിലോമീറ്റർ കരിയാത്തുംപാറയിൽ നിന്നും കക്കയം ഡാമിലേക്ക് ദൂരമുണ്ട് യാത്ര ചെയ്യാൻ. കുത്തനെയുള്ള ഹെയർപിൻ വളവുകളെല്ലാം കടന്ന് കക്കയം ഡാമിലെത്തുമ്പോൾ ഡാമിന് പ്രദേശത്തായി മഞ്ഞു മൂടിക്കിടക്കുന്ന മനോഹരമായ ഈ ഒരു കാഴ്ചയായിരുന്നു ഞങ്ങളെ സ്വാഗതം ചെയ്തത്. ഈ കക്കയം ഡാമിന് പ്രദേശത്തുള്ള KSEBയുടെ ഒരു പമ്പ് ഹൗസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ കക്കയം ഡാമിൻ്റെ സമീപത്ത് വെച്ച് ഈ പ്രദേശത്ത് ഇതിലൂടെ ബോട്ട് സർവീസ് ഉണ്ട്. ഒപ്പം ഈ കക്കയം ഡാമിൻ്റെ പ്രധാന ആകർഷണം ഈ ഒരു പ്രദേശത്ത് നിന്നും ശരാശരി ഒരു 2-2.5 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടം. കേരളത്തിൽ വളരെയേറെ അപൂർവങ്ങളിൽ അപൂർവമായി എന്നൊക്കെ പറയാവുന്ന, മുകളിൽ നിന്നും മാത്രം കാണാൻ സാധിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ് അത്. അതിൻ്റെ പേര് ഊരക്കുഴി വെള്ളച്ചാട്ടം എന്നാണ്. ഊരക്കുഴി വെള്ളച്ചാട്ടം എന്ന് വന്നത് ഉരലിൻ്റെ ആകൃതിയിൽ വെള്ളം ചാടി കവിഞ്ഞൊഴുകി പോകുന്ന ആ ഒരു പ്രദേശമായതിനാലാണ്. ആ ഭാഗത്തെല്ലാം കാണാൻ സാധിക്കുന്നതാണ് ഉരലിൻ്റെ ഒരു ആകൃതിയിൽ വെള്ളം കുത്തിയൊലിച്ച് പോയിരിക്കുന്ന ആ ഒരു കാഴ്ച. അതുകൊണ്ട് ഉരൽക്കുഴി വെള്ളച്ചാട്ടം എന്നുള്ളത് ലോപിച്ച് വന്ന് ഉരക്കുഴി വെള്ളച്ചാട്ടം എന്ന് ആയിത്തീർന്നതാണ്. അതിനെപ്പറ്റി അവിടേക്ക് ഏതാണ്ട് യാത്ര ചെയ്യാൻ നമുക്ക് നടന്നു പോകാം. ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ആ ജീപ്പിൽ യാത്ര ചെയ്യാവുന്നതുമാണ്. പിന്നെ കക്കയം ഡാമിലേക്ക് വരികയാണെങ്കിൽ ഈ പ്രദേശത്തെ വാട്ടർഫാളിൻ്റെ സമീപത്തേക്കെല്ലാം, ഉരക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ സമീപത്തേക്കെല്ലാം പോവുകയാണ് എങ്കിൽ പ്രധാനമായും നിങ്ങൾ വരുമ്പോൾ മഴക്കാലത്താണ് വരുന്നത് എങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ധാരാളം അട്ടകളുണ്ട്. തോട്ടപ്പുഴു എന്നൊക്കെ പറഞ്ഞു പോരുന്ന, അല്ലെങ്കിൽ വിശേഷിപ്പിച്ച് പോരുന്ന, ചില സ്ഥലങ്ങളിൽ വിശേഷിപ്പിച്ച് പോരുന്ന അട്ടകൾ ഇവിടെ ധാരാളമുണ്ട്. അതിനെതിരെ ഒരു മുൻകരുതൽ എന്ന നിലയിൽ സാനിറ്റൈസറോ ഉപ്പോ കൊണ്ടുവരികയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും.